കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC കേഡറ്റുകൾക്കായി ദ്വിദിന ഓണാവധി ക്യാമ്പ് തുടങ്ങി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. വിദ്യാർത്ഥികളിലെ സേവന തൽപരതയും വ്യക്തിത്വ വികാസവും അച്ചടക്കബോധവും പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാവധി ക്യാമ്പ് തുടങ്ങി. പൂവേപ്പുലി എന്ന പേരിൽ നടക്കുന്ന ദ്വിദിന ക്യാമ്പ് ഈസ്റ്റളേരി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി ഉദ്ഘാടനം ചെയ്തു. മാറിയിട്ടുള്ള നമ്മുടെ കമ്പല്ലൂർ സ്കൂൾ, അതുപോലെ തന്നെ അവിടുത്തെ SPC കുട്ടികളുടെ പ്രവർത്തനങ്ങൾ ഏറെ മികച്ചതാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു മാസം 2 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ 16-ാം വാർഡിൻ്റെ ഒരു സർവേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2 ദിവസം നടക്കുന്ന ക്യാമ്പിൽ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ, ഒരുപാട് അവബോധങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ അതെല്ലാം നിങ്ങൾക്ക് പ്രയോജനകരമാകും. രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്കൂൾ പ്രിൻസിപ്പൽ M. മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു. ഓണാവധിക്കാലത്തെ SPC ക്യാമ്പിന് ആരംഭം കുറിക്കുകയാണ്. ഇന്നും നാളെയും റെസിഡൻഷ്യൽ ക്യാമ്പായിട്ടാണ് നമ്മുടെ ഈ ഓണാവധിക്കാല ക്യാമ്പ് നടത്തുന്നത്. ബാലകൃഷ്ണൻ അവർകളാണ് അത് ആരംഭിച്ചത്. വളരെ ഒരു തമാശ അല്ലെങ്കിൽ വളരെ ആശങ്കയോടുകൂടിയാണ് അന്ന് പൊതുസമൂഹം ഇതിനെ കണ്ടത്. ഇത് എന്തായിത്തീരും? ഇതുവരെ ഇല്ലാത്തൊരു സംവിധാനമാണ് സ്കൂളുകളിലേക്ക് പോലീസ് സംവിധാനം വരുമ്പോൾ. എന്നാൽ ഇന്ന് നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിലും കൊണ്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും SPC ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ കൂടി ഈ സംവിധാനം വന്നിരിക്കുന്നു എന്ന് കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ സ്വീകാര്യതയാണ്. പഞ്ചായത്ത് അംഗം P. സതിദേവി അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ SPC ആരംഭിച്ചത്, സ്കൂളുകളിൽ ആരംഭിച്ചത്. അപ്പോൾ ഈ സംഘടനയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അച്ചടക്ക മനോഭാവം കുട്ടികളുടെ വളർത്തുകയും ജനാധിപത്യ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾക്ക് നിയമവാഴ്ചയോടുള്ള ബഹുമാനം, സാമൂഹ്യ പ്രതിബദ്ധത എന്നിവയൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രകൃതി സ്നേഹവും ഒക്കെ വളർത്തുന്നതിന് വേണ്ടിയും ഈ ഒരു സംഘടന നമ്മുടെ കുട്ടികളെ സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ നാളത്തെ നല്ല പൗരന്മാരായി മാറുവാൻ വേണ്ടിയും ലഹരി പോലെയുള്ള ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്താനും ദുർബലന്മാരെ കൈപിടിച്ചുയർത്താനും ഒക്കെ പങ്കാളികളാവാൻ നിങ്ങൾക്കാവുന്ന രീതിയിലുള്ള സഹായം ചെയ്യാൻ വേണ്ടി ഈ സമൂഹത്തിന് CPO ബൈജു KP പദ്ധതി വിശദീകരിച്ചു. ചിറ്റാരിക്കൽ SHO PR ശരത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പഞ്ചായത്ത് അംഗം V. ശിവദാസൻ, PTA പ്രസിഡന്റ് AV. വിനീഷ്, SMC ചെയർമാൻ KV. സന്തോഷ്, മദർ PTA പ്രസിഡന്റ് അനു എബ്രഹാം, സീനിയർ അധ്യാപകൻ KP. ധനരാജൻ, മാസ്റ്റർ സുഹൈൽ എന്നിവർ സംസാരിച്ചു. ലിഷ ജോൺ നന്ദി പറഞ്ഞു. 2 ദിവസങ്ങളായി വിവിധങ്ങളായ പദ്ധതികളാണ് ക്യാമ്പ് വഴി നടപ്പിലാക്കുക. പാഠാക്ഷരങ്ങളെല്ലാം മാറി നാം ഇന്ന് മലയാളത്തെ സംസ്ഥാനത്തെ ജില്ലയിലെ മികച്ച വിദ്യാലയമായി വളർന്നുകൊണ്ടിരിക്കുകയും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നാം കൈവരിച്ച നേട്ടം വളരെ വലുതാണ്. അത് പെട്ടെന്ന് ഒരു നിമിഷം ഉണ്ടായതല്ല. ഒരു കാലഘട്ടം ഈ പൊതുസമൂഹവും വിദ്യാർത്ഥികളും രക്ഷാകർതൃ സമിതിയും ഒക്കെ തന്നെ നടത്തിയ അഹോരാത്രമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന വിധത്തിലേക്ക് നമ്മുടെ കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മികവാർന്ന നില മുന്നോട്ട് പോയിട്ടുണ്ട്. ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമായി നമ്മൾ വിദ്യാലയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തീർച്ചയായും സംസ്ഥാന തലത്തിലും ആ വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് കാര്യത്തിൽ ശ്രമിച്ചില്ല. ഇവിടുത്തെ അധ്യാപകരുടെ കൂട്ടായ പരിശ്രമമാണ് ഈ നാട്ടുപരിധി നമുക്ക് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. ബ്രേക്കിംഗ് ന്യൂസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറ് ജ്വല്ലറിയിലാണ്. വരും സമയങ്ങളിൽ കൂടുതൽ ജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഇവിടെ എന്തോ ഡെയിലി 10,000 വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടോ. അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി വന്നാ. അപ്പൊ നിങ്ങൾ കേട്ടത് ശരിയാണ്. ഓരോ ദിവസവും 10,000 രൂപ ക്യാഷ് പ്രൈസ്. അതെ, നിങ്ങൾ കേട്ടത് സത്യമാണ്. വിശ്വസിച്ചേ പറ്റൂ. ഞങ്ങൾ അന്വേഷിച്ചു. ഈ ഓണത്തിന് നിങ്ങളുടെ ആഘോഷം വേറെ ലെവലാക്കാൻ പടിഞ്ഞാറ് ജ്വല്ലറി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതും അതിഗംഭീരമായ ഓഫറുകളോടെ. ചിങ്ങം 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് 14 രൂപ ക്യാഷ് പ്രൈസ് ആണ് ലഭിക്കാൻ പോകുന്നത്. തീർന്നില്ല, 25,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും ഉറപ്പായ സമ്മാനവും ഉത്രാട ദിനത്തിൽ ഓണക്കോടി ലഭിക്കുന്നതാണ്. 5 ലക്ഷത്തോളം വില വരുന്ന ഓണ സമ്മാനങ്ങളുമായി ഇത്തവണ പടിഞ്ഞാറ് തന്നെയാണ് മുന്നിൽ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പടിഞ്ഞാറ് ജ്വല്ലറി ഓണം പ്രമാണിച്ചുള്ള തിരക്കിന്റെ കാരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ക്യാമറമാൻ അഭിലാഷിനൊപ്പം അക്ഷയ. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ, പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ.